അപ്പോൾ ഇനി നമ്മൾ 231ാമത്തെ വൺ വേർഡ് സെക്ഷനിലേക്കാണ് വരുന്നത്. ഓക്കെ, ഗ്രോത്ത് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്കെൽട്ടൻ സിസ്റ്റം. അതായത് നമുക്ക് മനസ്സിലാക്കുക, നമ്മളുടെ ശരീരത്തിൻ്റെ വളർച്ച എപ്പോൾ അഡോളസൻസ് അതായത് കൗമാരത്തിലും ചൈൽഡ്ഹുഡ് ബാല്യത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്കെൽട്ടൻ സിസ്റ്റം, അതായത് നമ്മളുടെ സ്കെൽട്ടൽ സിസ്റ്റത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ചാണ് മനുഷ്യൻ്റെ കൗമാരത്തിലും അതുപോലെ തന്നെ ബാല്യത്തിലും വളർച്ച സംഭവിക്കുന്നത് എന്നാണ്. സോ നമുക്ക് മനസ്സിലാക്കുക, ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് മുഖ്യമായ കാരണം എന്താണ്? ഗ്രോത്ത് ഇൻ ദ സ്കെൽട്ടൻ ഡെവലപ്മെൻറ്റ്, എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്കെൽട്ടൻ സിസ്റ്റമാണ്. ഇനി 232ാമത്തെ ചോദ്യം, വൈറ്റമിൻ ഡി ഈസ് നെസസറി ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. അപ്പോൾ നമ്മളോട് ചോദിക്കാം, വിച്ച് വൈറ്റമിൻ ഈസ് നെസസറി ഫോർ അബ്സോർവിങ് കാൽസ്യം എന്ന് ചോദിച്ചാൽ എഴുതുക വൈറ്റമിൻ ഡി, അതായത് വൈറ്റമിൻ ഡി ആണ് കാൽസ്യത്തെ അബ്സോർവ് ചെയ്യുവാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ഇനി 233, ടു പ്രൊഡ്യൂസ് വൈറ്റമിൻ ഡി ഇൻ ദ സ്കിൻ എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ദാറ്റ് എക്സ്പോസ് ടു സൺലൈറ്റ്. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇഫ് വി വാണ്ട് ടു പ്രൊഡ്യൂസ് വൈറ്റമിൻ ഡി ഇൻ അവർ സ്കിൻ, വാട്ട് ഷുഡ് വി ഡു? വി ഷുഡ് എക്സ്പോസ് അവർസെൽഫ് ടു ദ സൺലൈറ്റ്, അതായത് ഫ്രം സൺലൈറ്റ് വി ക്യാൻ പ്രൊഡ്യൂസ്, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും നമ്മളുടെ ശരീരത്തിലെ ത്വക്കിന് എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കും? സൺലൈറ്റിനെ അതിൻ്റെ സഹായത്താൽ വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് സാധിക്കും. ഇനി 234, വൈറ്റമിൻ ഡി ഈസ് പ്രൊഡ്യൂസ്ഡ് നാച്ചുറലി ഇൻ ദ സ്കിൻ, അതായത് പറയുവാണ് പ്രകൃതിദത്തമായിട്ട് നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു. വാട്ട് ഹെൽപ്സ് ഫോർ ദാറ്റ്? എന്താണ് അതിന് സഹായിക്കുന്നത്? സൂര്യപ്രകാശം അല്ലെങ്കിൽ സൺലൈറ്റ് ആണ് അതിന് സഹായിക്കുന്നത്. ദ എലമെൻറ്റ്സ് ഫ്രം അറ്റ്മോസ്ഫിയർ ഹെൽപ്പ് ഇൻ ദ നാച്ചുറൽ പ്രൊഡക്ഷൻ ഓഫ് വൈറ്റമിൻ ഡി ഇൻ ദ സ്കിൻ ഈസ് സൺലൈറ്റ്. അതായത് നമ്മൾ മനസ്സിലാക്കുക, പ്രകൃതിയിലുള്ള ഏത് എലമെൻ്റാണ് നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയെ ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്നത്. അതായത് ഇവയെ നമ്മൾ ആഗിരണം ചെയ്യുകയോ സ്പർശിക്കേണ്ട ആവശ്യമില്ല, കുടിക്കുകയോ തിന്നുകയോ വേണ്ട, നേരിട്ട് സൺലൈറ്റ് അടിക്കുമ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നു. ഇനി 236, എഗ് ആൻഡ് ഫിഷ് ലൈക്ക് സാർലൈൻ, മക്കറൽ എക്സെട്ര ആർ റിച്ച് സോഴ്സ് ഓഫ് വൈറ്റമിൻ ഡി. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഏതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഈ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത്? അതായത് ചാളയും അയിലയും ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ചാളയും അയിലയൊന്നും അത്ര ചെറിയ പുള്ളികളല്ല, അവർ വലിയ പുള്ളികളാണ്. അവ എന്ത് സഹായിക്കുന്നു? വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനത്തിന് നമ്മളുടെ ശരീരത്തെ സഹായിക്കുന്നു. ഇനി 237ാമത്തെ ചോദ്യമാണ്, ആസ് ഏജ് അഡ്വാൻസ് ദ ഡെൻസിറ്റി ഓഫ് ദ ബോൺസ് ഡിക്രീസ്, സോ വാട്ട് ഹാപ്പൻസ് ടു ദ ബോൺ ആസ് ഏജ് അഡ്വാൻസ്? എന്ത് സംഭവിക്കുന്നു നമ്മളുടെ എല്ലുകൾക്ക് അല്ലെങ്കിൽ അസ്ഥികൾക്ക് നമ്മൾ പ്രായം കൂടുമ്പോൾ? അതായത് ബോണിൻ്റെ ഡെൻസിറ്റി, കാഠിന്യം കുറയുന്നു. മേക്കിംഗ് ദം വീക്കർ ആൻഡ് മോർ പ്രോൺ ടു ഫ്രാക്ചർ. അപ്പോൾ അതിൻ്റെ കാഠിന്യം കുറയുമ്പോൾ എന്ത് പറ്റും? അവ ഒടിയുവാനും അതുപോലെ പൊട്ടൽ വീഴുവാനുമുള്ള സാധ്യത കൂടുന്നു. എപ്പോഴാണ്? നമുക്ക് ഏജ് കൂടുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ. ഒരു കാര്യം ഒരിക്കൽ കൂടി പറയുവാണേ, ആർക്കെങ്കിലും ഇതിൻ്റെ ഗൈഡ് വേണമെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വിളിക്കരുത് കേട്ടോ, വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടില്ല. വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി 238ാമത്തെ ചോദ്യമാണ്, ന്യൂട്രീഷ്യസ് ഡയറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ പ്രിവെൻറ്റിങ് ദ ഡിഗ്രഡേഷൻ ഓഫ് ബോൺസ്. അതായത് എന്താണ് ന്യൂട്രീഷ്യസ് ഡയറ്റ്? അതായത് പോഷകസമൃദ്ധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പ്ലേസ് എ ക്രൂഷ്യൽ റോൾ, മുഖ്യമായ ഒരു ഭാഗമാണ്. എന്തിനാണ്? പ്രിവെൻറ്റിങ് ഡിഗ്രഡേഷൻ ഓഫ് ബോൺസ്, അതായത് നമ്മളുടെ ശരീരത്തിലെ ബോണുകളുടെ ഡിഗ്രഡേഷൻ, അതായത് ശക്തി കുറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ അധപ്പതനം സംഭവിക്കാതിരിക്കുന്നതിന് സഹായിക്കുന്ന ഏറ്റവും മുഖ്യമായ ഘടകം ഏതാണ്? ന്യൂട്രീഷ്യസ് ഡയറ്റാണ്. ഇനി 239ാമത്തെ ചോദ്യം, ദ മേജർ ഫങ്ഷൻ ഓഫ് ദ ബോൺസ് ആർ ബോഡി സപ്പോർട്ട്, ഫെസിലിറ്റേഷൻ ഓഫ് ദ മൂവ്മെൻറ്റ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്, സ്റ്റോറേജ് ഓഫ് മിനറൽസ് ആൻഡ് ഫാറ്റ്. അതായത് നമ്മളോട് ചോദിക്കുകയാണ്, വാട്ട് ആർ ദ മേജർ ഫങ്ഷൻ ഓഫ് ദ ബോൺസ്? അതായത് അസ്ഥിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക ബോഡി സപ്പോർട്ട്, അതായത് ശരീരത്തിന് സപ്പോർട്ട് കൊടുക്കുക. ഫെസിലിറ്റേഷൻ ഓഫ് മൂവ്മെൻറ്റ്സ്, അതായത് നമ്മുടെ ചലനത്തിന് നമ്മളെ സഹായിക്കുക. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ്, ആന്തരിക അവയവങ്ങളുടെ സംരക്ഷണം നടത്തുക. സ്റ്റോറേജ് മിനറൽസ്, അതായത് മിനറൽസിനെ, ധാതുക്കളെ ശേഖരിച്ച് വയ്ക്കുക. ഇവയാണ് എന്ത്? ബോണിൻ്റെ മുഖ്യമായ അല്ലെങ്കിൽ അസ്ഥിയുടെ മുഖ്യമായ ഫങ്ഷൻ. ഇനി 240, ഇഫ് ദ വൈറ്റമിൻ ഡി ലെവൽസ് ആർ ലോ, ദ ബോഡി ഈസ് നോട്ട്
ഏബിൾ ടു പ്രോബബ്ലി അബ്സോർബ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്? എ, അതായത് ചോദിക്കുകയാണ് ഇഫ് ദർ ഈസ് എ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി വാട്ട് ഹാപ്പൻ ടു അവർ ബോഡി? അതായത് നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ ബോഡി ശരിയായ രീതിയിൽ കാൽസ്യത്തെയും ഫോസ്ഫറസിനെയും ആഗിരണം ചെയ്യുന്നതിന് സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പറയാം ഇഫ് ദ വൈറ്റമിൻ ഡി ലെവൽസ് ആർ ലോ, വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മളുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ ഇൻ ദ ബോഡി ഇറ്റ് ഈസ് നോട്ട് ഏബിൾ ടു പ്രോപ്പർലി അബ്സോർബ്, അതായത് ശരിയായ രീതിയിൽ നമ്മളുടെ ശരീരത്തിന് അബ്സോർബ് അല്ലെങ്കിൽ ആഗിരണം ചെയ്യാൻ സാധിക്കില്ല. എന്ത്? കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്, കാൽസ്യത്തെയും ഫോസ്ഫറത്തിനെയും ആഗിരണം ചെയ്യുവാനായിട്ട് നമ്മളുടെ ശരീരത്തിന് സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 241 ചോദ്യം ഏതാണ്? 204 ചോദ്യം ഡിക്രീസിങ് ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്, അതായത് കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറത്തിൻ്റെയും കുറവ് ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ബോൺ പെയിൻ. എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും കുറവുണ്ടായാൽ എന്താ സംഭവിക്കുക? വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ്ഡ് റിസ്ക്, അത് നമ്മളുടെ ശരീരത്തിന് കൂടിയ അപകടത്തിലേക്ക് കൊണ്ടുവരും. എന്താണ്? ബോൺ പെയിൻ, അതായത് അസ്ഥിയുടെ വേദനയ്ക്കും, ബോൺ ഫ്രാക്ചർ അസ്ഥിയുടെ പൊട്ടലിനും, മസിൽ പെയിൻ അതായത് പേശികളുടെ വേദനയ്ക്കും, മസിൽ വീക്ക്നെസ് പേശികളുടെ ശക്തിക്ഷയത്തിനും കാരണമായി തീരും. സോ നമുക്കൊരു കാര്യം മനസ്സിലായി, വൈ ദ ബോഡി നീഡ്സ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ഇഫ് ദർ ഈസ് എ ലാക്ക് ഓഫ് ഫോസ്ഫറസ് ആൻഡ് കാൽസ്യം ഇൻ അവർ ബോഡി, അതായത് നമ്മളുടെ ശരീരത്തിൽ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും കുറവുണ്ടായാൽ ഇറ്റ് വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ്, അത് കൂടുതൽ അപകടകരമായ കണ്ടീഷനിലേക്ക് കൊണ്ടുപോകും. എന്തിൻ്റെയാണ്? ബോൺ പെയിൻ, അത് അസ്ഥിയുടെ വേദനയ്ക്കും, ബോൺ ഫ്രാക്ചർ അസ്ഥിയുടെ പൊട്ടലിനും, അതുപോലെ തന്നെ മസിൽ പെയിൻ പേശികളുടെ വേദനയ്ക്കും, മസിൽ വീക്ക്നെസ് പേശികളുടെ ശക്തിക്ഷയത്തിനും കാരണമായി തീരും. ഇനി 242 ചോദ്യം Exercise helps to strengthen muscles and increase their efficiency. What is the advantage of exercise? എന്താണ് എക്സസൈസിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക എക്സസൈസ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ മസിൽസ് ആൻഡ് ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി. അതായത് എക്സസൈസ് മസിലുകളെ ശക്തിപ്പെടുത്തുകയും അവയുടെ പ്രവർത്തനക്ഷമതയെ കൂട്ടുകയും ചെയ്യുന്നു. ഓക്കെ, ഡാഷ് ഹെൽപ്സ് ഇൻ ദ ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി ഓഫ് മസിൽസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മസിലുകളുടെ പ്രവർത്തനക്ഷമതയെ കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതുക എക്സസൈസ് എന്ന് എഴുതുക. ഇനി 243 ചോദ്യം എക്സസൈസ് ഓഫ് ലങ്സ് ഇൻക്രീസ് ഇറ്റ്സ് വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ലങ്സ്. അതായത് വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് എക്സസൈസ് ഇൻ ലങ്സ്? അതായത് ലങ്സിന് എന്താണ് ഈ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം? അതായത് ലെൻസ് വൈറ്റൽ കപ്പാസിറ്റി ഓഫ് ലങ്സ്, അതായത് ലെൻസിൻ്റെ വൈറ്റൽ കപ്പാസിറ്റിയെ കൂട്ടുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്ന് പ്രീവിയസ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഞാനിപ്പോൾ അത് പറയുന്നില്ല, കൂടുതൽ ടൈം എടുക്കുന്നത് കൊണ്ടാണ്. ഇനി 244 ചോദ്യം എക്സസൈസ് ഓഫ് ലങ്സ് മേക്സ് ഗ്യാസസ് എക്സ്ചേഞ്ച് മോർ എഫിഷ്യൻറ്റ്. അതായത് എക്സസൈസിൻ്റെ രണ്ടാമത്തെ ഗുണം എന്താണ്? അവ ഗ്യാസ് എക്സ്ചേഞ്ച്, ശരീരത്തിലുള്ള വേണ്ടാത്ത ഗ്യാസുകളെ പുറന്തള്ളുവാനായിട്ട് സഹായിക്കുന്നു. അപ്പം നമുക്കിവിടെ എഴുതാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് എക്സസൈസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതുക ഇൻക്രീസ് ദ സ്ട്രെങ്ത്, മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, ബോഡിയുടെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു, വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. എന്തിൻ്റെ? ലെൻസിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഗ്യാസ് ഓഫ് എക്സ്ചേഞ്ച്, അതായത് ശരീരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള അപകടകരമായ ഗ്യാസുകളെ പുറന്തള്ളുവാനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇനി 245 ചോദ്യത്തിലേക്ക് വരുവാണ്. എക്സസൈസ് ഓഫ് ഹാൻഡ് ആൻഡ് ലെഗ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ, റെഡ്യൂസ് ഇഞ്ചുറി ആൻഡ് ഇംപ്രൂവ് ഓവറോൾ സ്ട്രെങ്ത്. അതായത് എന്താണ് കാലും കൈയുടെയും എക്സസൈസിൻ്റെ ഗുണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ കാലിനും കൈക്കും നല്ല എക്സസൈസ് കൊടുത്തു കഴിഞ്ഞാൽ അവയുടെ ഗുണം എന്താണ്? ലെഗ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ ക്യാൻ ഹെൽപ്പ് ഇംപ്രൂവ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. അവയ്ക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ ബാലൻസിൻ്റെയും കോർഡിനേഷനായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയും ഇൻക്രീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുവാനായിട്ട് സാധിക്കും, നന്നാക്കാനായിട്ട് സാധിക്കും. റെഡ്യൂസ് ഇഞ്ചുറി, അവ നമ്മളുടെ ശരീരത്തിൻ്റെ ഇഞ്ചുറി അപകടങ്ങളെ കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ഇംപ്രൂവ് ഓവറോൾ സ്ട്രെങ്ത്, നമ്മളുടെ ശരീരത്തിൻ്റെ സ്ട്രെങ്ത്തിനെ കൂടുതൽ നന്നായിട്ട് ആക്കുവാനും സഹായിക്കുന്നു. ഇനി 246 ചോദ്യം എക്സസൈസ് ഓഫ് മസിൽസ് ക്യാൻ പ്രൊട്ടക്ട് അവർ ജോയിൻറ്റ്സ് ഫ്രം ഇഞ്ചുറി. അതുപോലെ തന്നെ മസിലിന് കൊടുക്കുന്ന എക്സസൈസിൻ്റെ ഗുണം എന്താണ്? മസിൽസ് നമ്മളുടെ ജോയിൻറ്റിനെ അപകടങ്ങളിൽ നിന്നും മുറിവുകളിൽ നിന്നും സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഇനിയുള്ളത് ഏതാണ്? എക്സസൈസ് ഓഫ് ഹാർട്ട് ലോവേഴ്സ് ബ്ലഡ് പ്രഷർ ആൻഡ് ട്രൈഗ്ലിസറൈഡ്സ്. അതായത് എന്താണ് ചെയ്യുന്നത്?
നമ്മളുടെ ശരീരത്തിനകത്തുള്ള ബ്ലഡ് പ്രഷറിനെയും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡേഴ്സിനെയും അത് കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു. ടൈപ്പ് ഓഫ് ഫാറ്റ് ഇൻ ദ ബ്ലഡ്, അതായത് ഈ ട്രൈഗ്ലിസറൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു തരം ഫാറ്റാണ്, അതിനെയും കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, ആർക്കെങ്കിലും ഇതിൻ്റെ ഗ്രേഡ് വേണമെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്യണം കേട്ടോ. അവിടെ നമുക്ക് കൂടുതലായിട്ട് വിവരങ്ങൾ പറയാവുന്നതാണ്. ഓക്കെ.